بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് യാസീൻ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. 442 പേജ്, 442 പേജ് നമ്പർ. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. وَإِن كُلٌّ لَّمَّا وَإِن ഇതിലുള്ള സുക്കൂൻ നൽകപ്പെട്ട നൂൻ, ഇതിനെ ഇഖ്ഫ ചെയ്തുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫ ഹഖീഖി. വഇൻ കുല്ലുൻ, കുല്ലുൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ വഇൻ കുല്ലുൻ ലമ്മ, ഈ പദത്തിലെ മീം മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട മീമിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കേണ്ടതാണ്. ജമീഉൽ ലദൈന, വീണ്ടും ജമീഉൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഈ പദങ്ങൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളും സ്വയം ഉച്ചരിച്ച് നോക്കുക, പറഞ്ഞു നോക്കുക, അത് ഉപകാരപ്രദമാണ്. അപ്പോൾ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദ്വാദാണ്. പലർക്കും ദ്വാദ് വീണ്ടും ശരിയായിട്ടില്ല എന്നതാണ് ഒരു ദുഃഖ സത്യം. അതായത് ദ്വാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അത് വാ പോലെയോ ദാലിനൊരു തഫ്ഖീം കൊടുത്തുകൊണ്ടൊരു മറ്റൊരു ശബ്ദം പോലെ ഒന്നും പറ്റുകയില്ല. നാവിൻ്റെ ഒരു സൈഡ്, ഒരു അരു മേലെ, മൊത്തത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് തഫ്ഖീം ചെയ്ത് ആ ദ്വാദിൻ്റെ ഉച്ചാരണം ശരിയായ വിധത്തിൽ കൊടുക്കേണ്ടത്. മുഹ്ദറൂൻ, റാഇനും തഫ്ഖീം ചെയ്യണം. വആയതുൽ ലഹുമുൽ അർദു, വആയതുൻ തൻവീൻ വീണ്ടും ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇത് ബിഗൈരി ഗുന്ന. ലഹുമുൽ അർദു, റാഇനു തഫ്ഖീം, ദ്വാദിനും തഫ്ഖീം. അപ്പോൾ വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ അല്ലേ? ലീനിൻ്റെ അക്ഷരമാണ് യാ, പ്രത്യേകം ശ്രദ്ധിക്കുക. അഹ്യൈനാഹ, ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. തൊണ്ടയുടെ മധ്യം എന്നതാണ് അതിൻ്റെ മഖ്റജ്. വസതുൽ ഹൽഖ്. വഅഖ്റജ്നാ മിൻഹാ, ഇതിലൊക്കെ അലിഫുകൾ തബീഇയ ദീർഘം മാത്രം കൊടുക്കേണ്ടതാണ്. കൂടുതൽ നീട്ടി ഓതുന്നത് ശരിയല്ല. അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ. അഖ്റജ്ന എന്ന് പറയുമ്പോൾ ഖായിനും റായിനും തഫ്ഖീമാണ്, തടിപ്പിച്ചോതുക. മിൻഹ സാക്കിന നൂൻ, സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹബ്ബൻ ഫമിൻഹു, ഹബ്ബൻ തൻവീനിനെ
ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിച്ചോതുക. ഹബ്ബൻ ഫമിൻഹു, ഫമിൻഹു എന്നതിൽ സാക്കിനാനൂൻ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കണം. ഫമിൻഹു യഅ്കുലൂൻ, യഅ്കുലൂൻ ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അത് യഅ്കുലൂൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യഅ്കുലൂൻ പറയരുത്, യഅ്കുലൂൻ. വജഅൽനാ ഫീഹാ, ഐന് വ്യക്തമാക്കി ഉച്ചരിക്കണം. ബൈനിയ അല്ലെ തവസ്സുത്ത് എന്നൊക്കെ സിഫത്ത് നൽകപ്പെടുന്ന ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ, ജന്നാത്ത് നൂൻ മുഷദ്ദദ മണിക്കേണ്ടതാണ്. ജന്നാത്തിൻ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഷദ്ദുള്ള മീമിനെ മാത്രമാണ് പിന്നീട് ഉച്ചരിക്കുന്നത്. അതുപോലെ മിൻ നഖീൽ സാക്കിന നൂനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ, അപ്പോൾ ഷദ്ദുള്ള ഒരു നൂന് മാത്രം ഉച്ചരിക്കപ്പെടും. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ, നഖീൽ ഖാഇന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതിനാൽ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർനാ, നഖീലിൻ തൻവീനിന് ശേഷമുള്ള വാവിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. അപ്രകാരം വഅഅനാബിൻ വഫജ്ജർന ഇവിടെയും. അപ്പോൾ രണ്ട് ഇദ്ഗാം ബിഗുന്ന നാഖിസ് വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർന, റാഇന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്. വഫജ്ജർന ഫീഹാ മിനൽ ഉയൂൻ, മിനൽ ഉയൂൻ ഐൻ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഉയൂൻ. ലിയകുലു, ലിയകുലു ഹംസ ഷിദ്ദത്തോടെ ഉച്ചരിക്കുക. ലിയകുലു ലിയകുലു. മിൻ സമരിഹി, മിൻ സമരിഹി, മിൻ എന്നതിലെ സാക്കിന നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി ഉച്ചരിക്കുക, മറച്ചു മണിച്ചോതുക. മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം, അല്ലേ, വമാ അമിലത്ഹു താ ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ, അഫലാ യഷ്കുറൂൻ റാഇനെ മാത്രം തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من
ونخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون